ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലത്ത് നമുക്ക് തുണികൾ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കാനും ആ ഉണക്കിയ പാടെ തന്നെ നമുക്ക് മടക്കി വെക്കാനും പാകത്തിന് ആ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കാനുള്ള ഒരു സൂത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചില ഡ്രസ്സുകളൊക്കെ കുറച്ച് തണുപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കി വെക്കാൻ കഴിയാറില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സും പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തുണികളൊക്കെ ഉണക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതൊക്കെ മെഷീനിലിട്ടിട്ട് തിരുമ്പി എടുത്തിട്ടുള്ളതാണ്. ഈ തുണികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിറകടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പം വിറകടുപ്പിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് ഓരോ ഡ്രസ്സും ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചൂടുള്ള അടുപ്പാണ്. അപ്പോൾ നമ്മൾ ചോറും വെള്ളമൊക്കെ തിളപ്പിക്കുന്ന അടുപ്പാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഡ്രസ്സും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗവും ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ഉണക്കിയെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്ത് ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് ചോറൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന സമയത്തും ഇതേപോലെ ഓരോ ഡ്രസ്സുകളായിട്ട് വെച്ച് കൊടുത്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് തന്നെ കരിയും പുകയൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രസ്സുകൾ ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പം നല്ല ചൂടുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്ത് വെക്കാൻ പാകത്തിന് മടക്കി വെക്കാൻ പാകത്തിന് തന്നെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒരുപാട് ഡ്രസ്സുകളുണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ചെറിയ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. നമ്മൾ ഇസ്തിരിയൊക്കെ ഇട്ട് ഉണക്കിയെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് തന്നെ നമുക്കിതെല്ലാം ഉണക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണങ്ങാതിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉണക്കിയെടുക്കാറുള്ളത്. ഇപ്പോൾ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് തുണികളൊക്കെ ഒന്ന് ഉണക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.